ഹായ് ഓൾ, വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. വവ്വാൽ കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഐ എം യുവർ ബാറ്റ്മാൻ ഏജന്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കൊന്നും അല്ലടി. ഇഷാനി കൃഷ്ണയുടെ ഒരു Q&A സെഷനകത്ത് അവർക്ക് വന്നൊരു ചോദ്യവും അവർ കൊടുത്തൊരു ഉത്തരവുമാണ്. ഞാൻ ഇതിലോട്ട് എത്തിപ്പെട്ടത് മനോരമ ന്യൂസിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ്. മനോരമ ന്യൂസിന് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കോണ്ടൻറ്റുകളോട് ഒരു പ്രത്യേകതരം സ്നേഹമാണ്. നമ്മൾ കോണ്ടന്റുകൾ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ മനോരമ ന്യൂസ് ഒരു ഡെഡിക്കേറ്റഡ് വിങ് ഇതിന് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അവർ തമ്മിലൊക്കെ ഇട്ട് സെറ്റാക്കി ന്യൂസായിട്ട് അങ്ങോട്ട് അടിച്ചു വിടാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ഇഷാനി കൃഷ്ണയുടെ Q&A സെഷനിലേക്ക് പോകുന്നത്. എനിക്ക് കുട്ടികളുണ്ടായാൽ അവർ പോലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇഷാനി കൃഷ്ണ. ഓസിയുടെ കുഞ്ഞ് എന്നെ കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ വിളിച്ചാൽ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഇഷാനി പറഞ്ഞു എന്നാണ് ഇവർ ഈ തമ്മിലും ഫോട്ടോ ഒക്കെ വെച്ചെടുത്ത്. ഇഷാനി പറഞ്ഞതിന് എന്തിനാണ് ഇവർ ദിയാകൃഷ്ണയുടെയും ഹസ്ബൻഡിനെയും ഫോട്ടോ വെച്ചത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും ആ Q&A സെഷൻ ഞാനൊന്ന് പോയി നോക്കി. ഓക്കെ, ആ Q&A സെഷൻ്റെ അടിയിൽ തന്നെ ഇവർ വേറൊരു കോമെൻറ്റ് കൂടി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് അവരൊരു സർക്കാസ്റ്റിക് വേയിൽ പറഞ്ഞ കാര്യങ്ങൾ പലരും അത് വേറെ രീതിക്ക് എടുത്തിട്ട് ഭയങ്കരമായി കമൻറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കോമെൻറ്റ് അവരവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഇഷാനി കൃഷ്ണ പറഞ്ഞത് എന്നും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനിടയിൽ എത്രത്തോളം കമൻറ്റുകൾ വാറി വിതറി ഇത് മനോരമ ന്യൂസ് എടുത്തു കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം ഇഷാനി കൃഷ്ണയുടെ 2 ക്വസ്റ്റ്യന് കൊടുത്ത ആൻസറിലാണ് ഈ പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ഒന്നും അല്ല, എന്നാലും നാട്ടുകാർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം വന്നിട്ടുള്ളത്. ഓക്കെ, 7th question. Are you all excited to see Ozzy's baby? Of course we are all excited. നമ്മുടെ ഫാമിലിയിൽ ഇനി വരുന്ന ഫസ്റ്റ് ബേബിയാണ്. ഹൻസു കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ബേബിയാണ്. ഓഫ് കോഴ്സ് ലിയാന ഉണ്ടായിരുന്നു, പക്ഷേ ലിയാൻ ജനിച്ചതൊന്നും നമ്മൾ കാണാനില്ല. ലിയാന നമ്മൾ 4 വയസ്സായിട്ടാണ് കണ്ടത്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന മുതൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഓസീസ് ബേബി. വി ആർ ഓൾ വെരി എക്സൈറ്റഡ്. കാരണം എൻ്റെ ഓർമ്മയിൽ ഞാനൊരു ബേബീനെ കൈകാര്യം ചെയ്തത് ഹൻസു തന്നെയാണ്. അന്ന് ഞാനേ ഒരു ബേബിയാണ്. അപ്പം ഞാനൊരു വലിയ മുതിർന്ന സ്ത്രീ ആയിട്ട് ഞാനങ്ങനെ കുഞ്ഞ് ബേബികളെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടേ ഇല്ല. ഞാൻ വലിയൊരു കുട്ടി സ്നേഹിയുള്ളൊരു കുട്ടിയല്ല. ബേബീസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഞാനൊരു അമ്മയാവണം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും മേ ബി ബട്ട് നോട്ട് നോ. പക്ഷേ എന്നാലും എനിക്കിഷ്ടമാണ് കുഞ്ഞു കുട്ടികളെ. എൻ്റെ കുട്ടികളല്ല, മറ്റുള്ളവരുടെ കുട്ടികളെ എനിക്ക് കൊഞ്ചിക്കാനും എടുക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് യെസ്, ഐ ആം ലുക്കിംഗ് ഫോർവേഡ്. യെസ്. ഓക്കെ സ്നേഹ, വാട്ട്സ് യുവർ കമന്റ്? ഞാന് ഇഷാനിനെ ഞാനൊക്കെ ഗോസ്റ്റ്. ഓക്കെ, ടുഡേ സ്നേഹ നിങ്ങൾ കാണില്ല, ഗോസ്റ്റ് ആണ്, ക്യാമറ തിരിക്കാൻ വയ്യ. ഞാനും ഇഷാനിന്റെ കാര്യങ്ങളിൽ പറഞ്ഞാല് കുറച്ച് സപ്പോർട്ട് ചെയ്യും. കാരണം ഞാൻ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് എനിക്ക് എന്താ പറയാ, ബാക്കിയുള്ള കുട്ടികളെ കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വിചാരിക്കും, എനിക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാവുക, ഞാൻ ആ കുട്ടികളെ കൊഞ്ചിക്കുന്ന പോലെ എൻ്റെ കുട്ടീനെ കൊഞ്ചിക്കുമെന്ന് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ബാക്കിയുള്ള കുട്ടികളെ കാണാനും ഇഷ്ടപ്പെടാനും കൊഞ്ചിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ ഇപ്പൊ എന്താ പറഞ്ഞ ആ സംഭവം തന്നെയല്ലേ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ഈ ഷാനിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കുട്ടി ഇൻ യുവർ ഹോം, വാട്ട് യു ഹാവ് ടു ടെൽ? അല്ല, എനിക്കും തോന്നിയത് ഇങ്ങനെ തന്നെയാണ്. അതായത് ഇതിപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത കുട്ടികളില്ലാത്ത ആളുകൾക്ക് എല്ലാവർക്കും ഇവരെ പോലെ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള കുട്ടികളോട് കൊഞ്ചിക്കുക, ഇഷ്ടം തോന്നുക, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു അമ്മ അച്ഛൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിലൊരു വ്യത്യാസം വരുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കുട്ടികളോട് അത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നില്ല അൺടിൽ സ്നേഹയുടെ വീട്ടിൽ സ്നേഹൻ്റെ ഏട്ടൻ്റെ കുട്ടി അമാൻഡേനെ എനിക്ക് തോന്നുന്നൊരു 1 വയസ്സ് വരെ ഞാൻ ഒട്ടും എടുത്തിട്ടില്ല, ഹാൻഡിൽ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. 1 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു സ്ലോ പ്രോസസ്സ് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ആദ്യം തൊട്ട് പിന്നെ സംസാരിച്ച് നമുക്ക് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൊരു ഇതില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടഫ് ഫേസ്. ഓക്കെ, കുറച്ച് സീനാണ്. എനിക്ക് ഭയങ്കര സീനായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചില സമയത്ത് ചിലർ വന്നിട്ട് കുട്ടികളെ തന്നിട്ട് കുട്ടീനെ കൂടിയും പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഷിവർ ചെയ്യും, എനിക്ക് പറ്റില്ല. ബട്ട് അമാൻഡേനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചും കൂടി മിങ്കിളായി, കുട്ടികളോട് മിങ്കിളായി, കുറച്ചും കൂടി അവരെ ഭയങ്കര ആ ഒരു പ്രോസസ്സ് ഭയങ്കര നമുക്ക് ഒരാളെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഒരാളത്. സോ അതുകൊണ്ടായിരിക്കണം മേ ബി കുട്ടികളെ ആയിട്ടുള്ള ആ ഒരു സൈഡാണ് ഇവർ പറയുന്നതെന്നാണ് എനിക്കും പേഴ്സണലി ഫീൽ ആവുന്നത്. കാരണം ഞാനും പേഴ്സണലി ഈ ഒരു സംഗതി സഫർ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ബട്ട് വൺസ് നിങ്ങൾ കുട്ടികളെ ആയിട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ കുട്ടികളെ എടുത്തിട്ടും സംസാരിച്ചിട്ടും
പിന്നെ ഞങ്ങൾക്ക് കുട്ടികൾ ഇല്ലാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സീനാണ് ഇപ്പൊ അല്ലേ? എനിക്കും പറയണം. അതായത് ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞങ്ങളെ വീട്ടിലെ എന്റെ ഏട്ടന്റെ കുട്ടിയാണ് ആദ്യം ഉണ്ടായത്. അപ്പോ അതിനോട് ഞാനും ആദ്യം നിർത്തുണ്ടായില്ല. എനിക്ക് 3 മാസം 4 മാസം വരെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പേടിയാണ് കുട്ടികളെ എടുക്കാൻ. കാരണം അവർ തൊടുമ്പോ തന്നെ എന്തോ ചെറിയ പൂച്ചക്കുട്ടികളൊക്കെ തൊണ്ട പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാനും ആ കുട്ടീനെ എടുക്കണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചിങ്ങനെ വളർന്ന് മുട്ടുകുത്തി ആ ഒരു പ്രായം ഒരു 6-8 മാസം കഴിയുമ്പോഴാണ് അതിനോടുള്ള ഒരു സംസാരവും ഒരു ഇന്ററാക്ഷനും കൂടുതലായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ എന്റെ സ്വന്തം എന്റെ ഫേവറേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അമ്മാന്റെ കാണാനാണ് ഞാൻ ഓടിപ്പോകും സത്യം പറഞ്ഞാൽ. എനിക്ക് അമ്മാന്റെ സംസാരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മാന്റെ വീഡിയോസ് എടുത്തേക്കും. ഓരോ സമയത്ത് ഓരോ വളർച്ചേന്റെ ഓരോ ഘട്ടത്തിൽ വീഡിയോസിന്റെ ഫോണിലുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചിരിക്കും. ഞാനും സായും കൂടി കണ്ടിട്ടാണ് ഭയങ്കര ആസ്വദിക്കാനാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ എന്റെ കുട്ടീനെക്കാൾ എനിക്കുണ്ടാവുന്ന കുട്ടീനെക്കാളും ചിലപ്പോൾ ഞാൻ കൂടുതൽ അമ്മാന്റെനെയാണോ ഇഷ്ടപ്പെടുന്നത് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാവുമോ ഇല്ലേ എന്നല്ല, പക്ഷെ അറിയില്ല. പക്ഷെ ആ കുട്ടികളെ നമുക്കൊരു ഫസ്റ്റ് ബേബി എക്സ്പീരിയൻസ് പറയുന്നത് അതെ അമ്മാന്റെയാണ്. അപ്പൊ അവളോട് ഇങ്ങനെ അവളുടെ ആ ഒരു ഇന്ററാക്ഷൻ കൊണ്ട് തന്നെ എനിക്കിപ്പോ കുട്ടികളോട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പൊ നാളെ ഇപ്പൊ ഇവിടെ ഈശാനിന്റെ വീട്ടിൽ ഇപ്പൊ ദിയാകൃഷ്ണയുടെ കുട്ടി ഉണ്ടായി കഴിയുമ്പോ ഈ ഒരു ഈശാനിന്റെ സ്വഭാവം ചിലപ്പോ മാറും. മീൻസ് ആ ഒരു ഇത് മാറും. ഇനി വന്നാൽ നമ്മള് ഫ്യൂച്ചറിൽ കാണുക എന്താ വെച്ചാൽ ഇവരെ വ്ളോഗിൽ ഏറ്റവും കൂടുതൽ ഇനി ആ വീട്ടിലുണ്ടല്ലോ കുറെ ചാനൽസ് ഉണ്ട്. എല്ലാരുടെ വ്ളോഗിലും ദിയാകൃഷ്ണന്റെ കുട്ടീനെ കിട്ടാൻ പിടിയും വലിയ മൊത്തത്തിൽ ആരാണ് വ്ളോഗ് ഇടുന്നത്. അത് കുറച്ചുകൂടി ഭയങ്കര ഒരു വികൃതി കുട്ടിയാണെങ്കിലോ അത് കുറച്ചുകൂടി ഭയങ്കര രസമായിരിക്കും പറഞ്ഞാല്. നമ്മുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സാധനം മനസ്സിലാക്കണം. എനിക്കും ഇഷാനിന്റെ അതേ പറഞ്ഞ സ്വഭാവം മീൻസ് അതേ സംഭവത്തിന്റെ ആയിരുന്നു. കുട്ടി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒന്നും തോന്നില്ല, നമുക്ക് പല ചിന്തകളുണ്ടാവും. പക്ഷെ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് വർത്താനം പറയാനും അങ്ങനെ കളിക്കാനും അടി ഉണ്ടാക്കാനും ചെറിയ ചെറിയ നോട്ടി സംഭവങ്ങൾ കാണിച്ചു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര രസം തോന്നി ശരിക്കും പറഞ്ഞാല്. അല്ലെങ്കിലും ചെറിയ കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സൈക്കോ മൈൻഡുള്ള ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവരിവിടെ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം. അവരെ കാണുന്നത് തന്നെ നമുക്ക് നമ്മളെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻ. ഇവരെന്തറിയോ ഇവരെവിടെയോ പറഞ്ഞതിൽ ആളുകൾ ഇവരെ മിസ്റീഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ഇഷ്ടമല്ല എന്നാണ്, കുട്ടികളെ ഇഷ്ടമല്ല എന്നല്ല അവരുദ്ദേശിച്ചത്. അവരുദ്ദേശിച്ചത് എന്താ വെച്ചെങ്കിൽ അവർക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്തിട്ടും അങ്ങനെ ഒരു ഫുള്ളായിട്ടൊരു കുട്ടി അവരെ വീട്ടിൽ ജനിച്ച് വളർന്ന് ഹാൻഡിൽ ചെയ്തിട്ട് അതാ പറയാ ഈശാനിയുടെ അനിയത്തി ഹൻസു അല്ലേ, അവര് കുട്ടിയായപ്പോൾ ഇവരും കുട്ടിയാണ്. ഇത്ര വലിയ അഡൾട്ട് ആയിട്ട് ചെറിയ കുട്ടീനെ അടുത്തുള്ള സംഭവം ഇവർക്കില്ല. അതാണ് അവര് പറയുന്നത്. ബാക്കി നോക്കാം. 14th question. What do you want Ozzy's baby to call you? എനിക്ക് എന്നെ കുഞ്ഞമ്മാന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാനിപ്പോഴും ഒരു കുട്ടിയാണ്. ലൈക്ക് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ, അല്ലാതെ എന്നെ ഒരു വലിയ അഡൾട്ടായിട്ട് കാണരുത്. എന്നുവെച്ചാൽ ഞാൻ ഇമ്മച്യൂറാണ് അങ്ങനെയല്ല, എനിക്ക് ഇവിടെ വളർച്ചയുണ്ട്. എന്നാലും എൻ്റെ മനസ്സിൽ ഞാനിപ്പോഴും ഒരു കുട്ടിയാണ്. ഇപ്പോൾ ലിയാൻ പോലും നമ്മളെയൊക്കെ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കതാ ഇഷ്ടം. സോ എന്നെ മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയൂ. ഐ ഡോണ്ട് മൈൻഡ്. ബിത്തുന്നോ ഇഷാനിന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വിളിക്കാൻ പറയും. അല്ലാതെ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിനെ കുഞ്ഞമ്മ എന്നല്ല വിളിക്കുന്നത്, നമ്മൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ചിന്നമ്മ ഇസ് ദ തമിഴ് വേർഷൻ ഓഫ് കുഞ്ഞമ്മ ഉള്ളി. പക്ഷെ കുഞ്ഞമ്മ എന്നുള്ള വാക്ക് നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. എന്തോ നമ്മളൊട്ടും കേട്ട് പരിചയമില്ലാത്ത. സോ കുഞ്ഞമ്മ ഇസ് നോട്ട് ഈവൻ ആൻ ഓപ്ഷൻ. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ചിറ്റ എന്നൊക്കെ വിളിക്കുമ്പോൾ ഐ ഡോണ്ട് നോ അത് എന്ത് റിലേഷനിലാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും നമുക്കൊരു കോമഡിയാണ്, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അപ്പോൾ ഞാൻ പേര് വിളിക്കാനായിരിക്കും പറഞ്ഞത്. എൻ്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ച് കാലം എടുക്കും, എന്നാലും എന്നെ പേര് വിളിച്ചാൽ മതി. ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ നെയിം. എൻ്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്, ഞാൻ ആരുടെ അമ്മ ആവത്തില്ല, ആൻറ്റി ആവത്തില്ല. യാ സോ എന്നെ പേരായിരിക്കും ഞാൻ വിളിക്കാൻ പറയാം. ഓക്കെ, കുറച്ചൊരു വിയേർഡ് ആൻസർ ആയിട്ട് തോന്നി എവിടെയോ. അതായത് ആദ്യത്തെ പോർഷൻ ഓക്കെയാണ്. അതായത് ചില ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സ്നേഹയ്ക്ക് ചെറിയമ്മ എന്ന് വിളിക്കുന്നത് ഇഷ്ടമേ അല്ല. അതിനൊരു കാര്യം പറയാം, ഇവരെ ചിലപ്പോ ആ നാട്ടിലാവും ചിലപ്പോ അങ്ങനെ കുഞ്ഞമ്മ ചിറ്റാന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചെറിയമ്മ വല്യമ്മ എന്നാ പറയാ. അല്ല എന്താണെങ്കിലും അതുകൊണ്ടാവും ചിലപ്പോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. വാക്കിനെ കുറിച്ച് പറയുന്നത് എനിക്കറിയാം. അനക്കത് ഇഷ്ടമല്ലാത്തോണ്ടല്ലോ ഈ ആൻഡ്. അതെ അത് പറയാൻ അവരുടെ നാട്ടിൽ ചിലപ്പോ അങ്ങനെയാവും, ചിലപ്പോ കുഞ്ഞമ്മ ചിറ്റാന്നൊക്കെ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടാവുക. ഇതല്ലേ ചിന്നമ്മ എന്ന തമിഴ് രീതിയിലാണ് ആ പേര് പറയാ. അപ്പൊ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്ന ഒരു ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ട്. ചിലപ്പോ ആ നാട്ടിൽ അങ്ങനെയാവും, ചിലപ്പോ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ല, അങ്ങനെയല്ല പറഞ്ഞേ. ആ വാക്കിന്റെ വാക്കിന്റെ കാര്യമല്ല, ഇതൊരു പേഴ്സൺ ആണ്. ഇപ്പൊ ഞാൻ പലരും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടക്കമുള്ളവര് ഇന്ന കുഞ്ഞമ്മ, വല്യമ്മ, ഇന്ന ചെറിയമ്മ, ഇതൊന്നും ഇന്നെ വിളിക്കരുത്, ഇന്നെ വേണമെങ്കിൽ എന്റെ പേര് വിളിച്ചോ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിച്ചോ, ഇത് പറയുന്ന ആളുകളുണ്ട്. ഇത് റിയാലിറ്റിയാണ്.
ഞാൻ എന്റെ കാര്യം പറയല്ലോ, ഞാനത് പറഞ്ഞ എനിക്ക് സ്നേഹയ്ക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, എന്നെ ചെറിയമ്മ അമ്മായി എന്നൊന്നും വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതെന്തോ വലിയ പ്രശ്നമാണ്. അതുവരെ ഓക്കെയാണ്, അതുവരെ ഓക്കെയാണ്. അതെ, ഞാൻ എന്റെ അമ്മേന്റെ മോളാണ്, എന്നെ പിന്നെ ആരും ഞാൻ വേറെ ആരുടെയും അമ്മയല്ല. അത് എന്റെ മോളാണെങ്കിൽ അങ്ങനെ വിളിക്കരുത് പിന്നെ എന്താ മനസ്സിലാവണില്ല. അല്ല, ആ പറഞ്ഞത്, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തതിന്റെ ഒരു അല്ലെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ക്ലൈമാക്സ് വരെ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. പക്ഷെ അതിന് ശേഷം എന്താ പറയാ, ഒരു ഭയങ്കര മലങ്കൾട്ട് ഫീലിംഗ് ആയി പോയി. സത്യം. അതെന്താ അറിയോ, ഇവര് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവര് കൊടുക്കുന്ന ഓരോ ആൻസറിനകത്തും ഇവര് കുട്ടിയാണ്, ഞാൻ കുട്ടിയാണ് എന്നുള്ളൊരു സംഗതി ഇവര് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ മേ ബി പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. ചില ആളുകൾ ഇപ്പോഴും ഉണ്ട് ഞാൻ കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ കുട്ടിയാണ്, ഞാൻ എത്ര കുട്ടിയാന്നുള്ളൊരു സാധനം സെൽഫായിട്ട് പറഞ്ഞ് ആ പ്രോസസ്സ് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ സെൽഫ് ക്ലെൻസിങ്ങിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നതായിരിക്കും. അതിലൊന്നും നോ ഹാം. ബട്ട് സ്റ്റിൽ ഇവർ ഈ പറഞ്ഞു വെച്ച പോലും കുട്ടിമോള് എന്താണ് വിളിക്കുന്നത്. നിങ്ങൾ പിന്നെ ഇയാളെ അവരെ വീട്ടിലായിരുന്നല്ലോ മോളോ അല്ല എടാ KP ഓടിച്ചിട്ടടിക്കും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോ ഇത് ഞാൻ പറഞ്ഞു ഇവരെ അതായത് എന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ വണ്ടിനോട് എന്നെ വിളിക്കാൻ പറഞ്ഞത് ഞാൻ ആന്റി എന്നാണ്. ആന്റാന്ന് വിളിക്കുന്നത്. ആന്റി എന്ന് പറയാനുള്ള ആ സമയത്ത് പറ്റാത്തോണ്ട് എന്നെ ആന്റാന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അത് മാറ്റാൻ ഉദ്ദേശിക്കില്ല. ചെറിയമ്മ വലിയമ്മ ഒന്നും ആക്കില്ല. ഇത് കൊള്ളാലോ പേര് നോളേ. അപ്പൊ ആന്റിന്ന് കുട്ടി വിളിക്കാം ആൻഡ. അപ്പൊ പുതിയൊരു സാധനം, പുതിയ സാധനമല്ലോ, വെറൈറ്റി ആൻഡ പുതിയ സാധനം ആയല്ലോ എന്നുള്ളത്. ഇങ്ങനെ ഉണ്ട് കേട്ടോ, സീരിയസ് ആയിട്ട്. ഇപ്പൊ എന്റെ അമ്മ അമ്മേന്റെ അനിയന്റെ മക്കള് വല്യമ്മ എന്ന് വിളിക്കുന്നതിന് പകരം വെല്ലു ആക്കിയത്. വെല്ലു എന്നാ വിളിക്കുക. വല്യമ്മ അല്ല, വെല്ലു. ആന്റിയുടെ അപ്പൻ ഹാൻഡപ്പൻ. ആ കറക്റ്റ്, സ്നേഹന്റെ അച്ഛൻ ഹാൻഡപ്പൻ. അമ്മേനോട് പറഞ്ഞു കൊടുക്കണം. എന്നെ തോണ്ടേ പിന്നെ മാമാന്ന് വിളിക്കട്ടോ. ഇന്നെ പിന്നെ മാമാന്ന് വിളിച്ചിട്ടേ കുട്ടികൾ. ഇന്നെ നീ എന്ത് വിളിച്ചിട്ടും വിഷയം എന്നുള്ള കേസൊന്നല്ല. ഇന്നെ എന്ത് വേണം വിളിക്കാം. അപ്പോ ഇതുണ്ട്, ഈ മെന്റാലിറ്റി ഉള്ളവരുണ്ട് സൊസൈറ്റിയിൽ. അതായത് അവർക്ക് ഈ പറഞ്ഞ അമ്മായി കുഞ്ഞമ്മ എന്നൊക്കെ വിളി വരുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ പ്രായമായില്ലോ, അയ്യോ ഇന്ന കുട്ടി അങ്ങനെ അക്സെപ്റ്റ് ഏജ് ആണ്. തുറന്ന് സമ്മതിക്കുന്നു. ഞാനൊരു അമ്മ വളരെ മെച്ചൂർഡ് ആളുടെ പേഴ്സൺ അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കാറുണ്ട് ഇത്ര പ്രായമായിട്ടും. അല്ല, ദാറ്റ്സ് ആൻസർ. കുറെ പേര് ഞങ്ങളോട് ചോദിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 2-3 കൊല്ലത്തിൽ എന്തുകൊണ്ട് കുട്ടികളില്ല എന്നുള്ളത്. സ്നേഹം മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ വന്നിട്ടില്ല. സ്നേഹയ്ക്ക് മാനസികമായിട്ട് പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പോളം, അതെ, സ്നേഹനെ ഞങ്ങൾ പ്രായപൂർത്തിയാവുന്നത് വരെ ഞാൻ സ്നേഹനെ ഒഴിവാക്കി വിട്ടിരിക്കുന്നു. ഗോ. അപ്പോ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ലേറ്റർ പോർഷൻ, ആ ലാസ്റ്റ് പറഞ്ഞത് ഇപ്പൊ ഇവർ ഈ കമന്റിൽ പിൻ ചെയ്ത് വെച്ച പോലെ സർക്കാസ്നോ എനിക്ക് തോന്നുന്നില്ല, അത് കയ്യിൽ നിന്ന് പോയതാണ്. പറഞ്ഞല്ലേ, പറഞ്ഞു കുട്ടീനെ കുളിപ്പിച്ച് ഇല്ലാതാക്കിയ പോലെ ആയിപ്പോയി ആ ഒരു ലാസ്റ്റ് പോർഷൻ. 18th question. Whose wedding will it be next? ഇത് പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വൈ ഇസ് ദിസ് ഈവൻ എ ക്വസ്റ്റ്യൻ? എൻ്റെ ആണോ അമ്മൂൻ്റെ ആണോ? അത് ഞാനും അമ്മുവും തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട്. വാട്ട് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ഐ മീൻ, അത് ഇനി അമ്മു കല്യാണം കഴിക്കത്തേ ഇല്ല എന്നുള്ളൊരു ഇത് ഡൗട്ട് കാരണം ചോദിച്ചതാണെന്ന് പറഞ്ഞു. അമ്മൂൻ്റെ അതേ മൈൻഡ് സെറ്റാണ് എനിക്കും. അമ്മൂനിപ്പോൾ 29 വരെയൊന്നും ഞാനും ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് 29 ആകുമ്പോൾ അമ്മൂന് 34 ആവും. അതുകൊണ്ട് അമ്മൂന് കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അമ്മു അതിന് മുന്നേ കല്യാണം കഴിക്കും. സോ ഒബ്വിയസ്ലി ഇഫ് എനി ഓഫ് us ആർ ഗെറ്റിംഗ് മാരിഡ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോയിങ് ടു ബി അമ്മു. ഞാൻ എവിടെ കിടക്കുന്നത്? എനിക്കിപ്പോഴും 24 വയസ്സായിട്ടേ ഉള്ളൂ. അടുത്തൊരു 4-5 വർഷം നിങ്ങളൊന്നും ആലോചിക്കുകയേ വേണ്ട. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വല്ലതും പെട്ടെന്ന് മാറണം. ബട്ട് മാറത്തില്ല. എപ്പോൾ വേണോ കല്യാണം കഴിക്കുമല്ലോ. വാട്ട്സ് ദ ധൃതി? എനിക്കൊരു കൊച്ചുകുട്ടിയായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കുഞ്ഞു മോനെ കുട്ടിയാണ് എനിക്കിഷ്ടം. കണ്ട, ഇപ്പോ ഇവര് പറഞ്ഞിട്ടില്ല, ഞാൻ ആ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ സാധനം. എനിക്ക് എപ്പോഴും എന്റെ അച്ഛന്റെ അമ്മേന്റെയും കൊച്ചുകുട്ടിയായിട്ട് ഇരിക്കാനാണ് താല്പര്യം. ചിലപ്പോ അത് ഞാൻ പറഞ്ഞ ഒരു ഫണ്ണി പോലെ നമുക്കൊക്കെ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുണ്ട്. പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. അതൊരു തെറ്റാണെന്നല്ല പറയുന്നത്. ഒരിക്കലും ഇഷാനി പറഞ്ഞത് ഒരു തെറ്റായിട്ടല്ല പറയുന്നത്. ചിലർക്ക് അങ്ങനെ ഉണ്ട്,
അച്ഛനും അമ്മേന്റെയും കുട്ടിയായിട്ടിരിക്കാൻ. ഇപ്പൊ നമ്മളൊക്കെ എന്താ പറയാ, നമ്മളെ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ അടുത്തെത്തുമ്പോ നമ്മള് മക്കളായിട്ടിരിക്കാനും കുട്ടികളായിട്ടിരിക്കാനൊക്കെ ആഗ്രഹിക്കും. ഇഷാന് പറയണത് എല്ലാവരുടെ മുന്നിലും അവരുടെ കുട്ടിയാണെന്നുള്ളതാണ്. അവർക്ക് ഇനി പേജ് കൂടിയാലും അവര് കുട്ടിയാണെന്നുള്ളതാണ് അവര് പറയുന്നത്. അവര് ആ ഒരു കുട്ടിത്തം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ. അല്ല അവരെ പോകുന്നത് അതൊന്നും ഒരു തെറ്റാണെന്നോ, ഭയങ്കര ഭാഗ്യമാണ്. 20 വയസ്സാകുമ്പോ തന്നെ പല ആളുകളും അയ്യോ ആവെന്നൊക്കെ പറഞ്ഞു. അതാ ഇവന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങള്. ഫുള്ള് തന്തവയും പഠിച്ച് നടക്കുന്നത് കണ്ടോ. ഓന് ഫുള്ള് തന്തവയുമാണ്. ഓനായ പ്രശ്നമാണ് ഓന്. പ്രബീനെ സംബന്ധിച്ചിടത്തോളം ഓൻ കഴിഞ്ഞു. 50 കഴിഞ്ഞ ഒരു അവസ്ഥയൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പാവം. ഇപ്പൊ തന്നെ ഈ മറ്റേ സ്കാം പരിപാടിയാണ് ഓൻ ചെയ്യുന്നത്. മറ്റേ മാരേജ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഷാറൂഖ് ഖാന്റെ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഓന്റെ മുഖം കയറ്റി വെച്ചിട്ടൊക്കെയാണ് ഓൻ പിടിച്ചിരിക്കണെന്നൊക്കെ പറയുന്നത്. കുഴപ്പമില്ല, എന്താ മുഖം കാണിക്കുന്നില്ലേ? ബ്രെഡ് വേണ്ട, തോണ്ടിരുന്നോ വേണ്ട അവിടെ വീട്ടിലുണ്ടെന്ന്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മൾ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. ഇഷാനി പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സൊസൈറ്റിയിൽ പലർക്കുള്ള വിഷയം തന്നെയാണ്. അതായത് അവരുടെ എന്താ പറയാ ആന്റി, കുഞ്ഞമ്മ, വല്യമ്മ വിളികളൊന്നും ഇഷ്ടപ്പെടാത്ത കുറെ പേര് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അപ് ടു ദം. ഓക്കെ, ആ ഒരു പോർഷൻ അമ്മ, സ്വന്തം കുട്ടി ഉണ്ടായാലും അവരെന്നെ അമ്മ എന്ന് വിളിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്നതിന്റെ റീസൺ അവർ പറഞ്ഞത്, എനിക്ക് ആരുടെയും അമ്മയാവണ്ട, ഞാൻ ഓൾറെഡി എനിക്ക് അമ്മ ഉണ്ട്, ഞാൻ അമ്മയുടെ കുട്ടിയാണ്, ആ കുട്ടിയാണ്. അങ്ങനെ ഒരു സാധനം അതെന്തോ അതാണോ ഈ സർക്കാർ ഉദ്ദേശിച്ചാവോ? ഭാവിയിലൊരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരാ കുട്ടീനെ അമ്മ എന്നും അവരെ മോളൊന്നും വിളിക്കണം എന്നാണോ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അത് അല്ലേ, അതിലാണൊരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം കിടക്കുക. അതാണ് ഇനി സർക്കാസ്റ്റിക് ആയിട്ട് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് സർക്കാസം അല്ലേ, എന്താ സർക്കാസം എന്നുള്ളതും കൂടി ഒന്ന്. അതെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇവരെ വീട്ടിലെ ചെറിയ കുട്ടിയില്ലേ, ചെറിയ കുട്ടി അമ്മേനെ സിന്ധു എന്ന് പേരെന്നെ വിളിക്കണമെന്നുണ്ട് അല്ലേ? ഞാൻ എവിടേക്കോ വീഡിയോസിൽ കണ്ട പോലത്തെ ഒരു ഫീൽ എനിക്കുണ്ട്. അല്ല, അത് മാത്രമല്ല, ഞാൻ വേറെയും കുറെ സ്ഥലങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? പല ഫാമിലീസിലും അച്ഛനും അമ്മേനെയും പേര് വിളിക്കുന്നത്, കുട്ടികൾ പേര് വിളിക്കുന്നത്. എടി പോട്ടെ, എടി പോട്ടെയൊക്കെ ഇപ്പൊ നമ്മളും വിളിക്കും, തള്ളേന്നൊക്കെ നമ്മളും വിളിക്കും. അല്ലെങ്കിൽ ഒരു വീട്ടില് അല്ലെങ്കിലേ ഓന് വീട്ടില് മീന്റെ വാലറ്റാണ് കിട്ടുന്നത്. ഇനി എടീന്നും കൂടി വിളിച്ചു കഴിഞ്ഞാൽ അനക്ക് ചെകിളി കൂടി മാത്രം അന്നെ ഒഴിവാക്കി വിടും. ഇത് ഞാൻ പറഞ്ഞല്ലോ, കുറെ വീട്ടില് ഉണ്ട് കേട്ടോ പാരന്റ്സിനെ പേര് വിളിക്കുന്ന കുട്ടികളുണ്ട്. അത് വളരെ ആയിട്ടുള്ള പാരന്റ്സ് ഒക്കെ ആവുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അങ്ങനെയൊക്കെ. അല്ല, അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നാളെ എനിക്ക് കുട്ടി ഉണ്ടായിട്ട് എന്റെ കുട്ടി സായി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമുള്ള കേസല്ല. ഇന്റെ എന്തൊക്കെ വിളിക്കാൻ ബഹുമാനം ഉണ്ടാവാൻ വേണ്ടിട്ട്. അതെ അതെ അതെ, മനഃപൂർവ്വം. അതെ, മനഃപൂർവ്വം. അതിനേക്കാളും വലിയ ബന്ധവും ഇഷ്ടവും ഉണ്ടാവും. അല്ല, നമ്മളെ നാട്ടിൽ ഇപ്പൊ പലരും കണ്ടിട്ടില്ലേ, ഡോണ്ട് കോൾ മീ അച്ഛ, യു കോൾ മീ ഡാഡി. അതായത് റെസ്പെക്ട് കിട്ടാൻ വേണ്ടി ഡാഡിന്നും അച്ഛന്നും അമ്മയെന്നൊക്കെ വിളിപ്പിക്കുന്നവര് കാണും. കുട്ടികൾ ജനിച്ചിട്ട് അവർക്ക് അച്ഛന്ന് വിളിക്കാൻ, അച്ഛന്ന് വിളിക്കാൻ, അമ്മന്ന് വിളിക്കാൻ, എന്താ ഇഷ്ടംപോലെ ഉണ്ട്. അല്ല, തിരിച്ചും ചെയ്യും, തലടിച്ച് പൊട്ടിക്കും ചെയ്യുന്നു. കുട്ടികൾ ഇങ്ങോട്ടും തട്ടും, മക്കളെ അങ്ങോട്ടും തട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നാടിന്റെ. അപ്പൊ ഈ വിളിയിലും കാര്യത്തിലൊന്നും വലിയ സംഗതികളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ പേഴ്സൺ ടു പേഴ്സൺ ഈ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഡിഫറെന്റ് ആണ് എന്നുള്ളൂ. അല്ലാതെ ഇതിപ്പോ എടുത്തു വെച്ച് ഇങ്ങനെ ഇതിലാകെ ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ സാധനം, ഈ എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഏത് അല്ലെ, നമ്മളെ ഉണ്ടാവുന്ന ഒരു നേരെങ്കിലും ഒന്ന് അമ്മ അല്ലെങ്കിൽ ആ ചിന്ത മാറും. അത് കാര്യമൊന്നുമില്ല, അത് മാറിയിട്ട് അത് സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ നോക്കണേ, മനോരമ ഇത് എടുത്തു കൊടുത്തിട്ട് ഇത്രത്തോളം കോൺട്രവേഴ്സി. കാരണം മനോരമേന്റെ ന്യൂസിനിടയിൽ അയ്യോ ഇഷാനിക്ക് കേക്കണ്, ദിയക്ക് കേക്കണ്, എന്താ അയാളെ പേര്, കൃഷ്ണകുമാറിന്, എനിക്ക് അയാളെപ്പോഴും കൃഷ്ണപ്രസാദ് നേരം, കൃഷ്ണകുമാറിന് കേക്കണ്, ആകെ മൊത്തലമ്പ്. അല്ല, മനോരമ സ്ഥിരമായിട്ട് ബന്ധം പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രശ്നം ഉണ്ടായാൽ അപ്പൊ എല്ലാരും അടിയിൽ കമന്റ് ഇടാൻ എന്താ അറിയോ, മനോരമ ലോഡിങ് കുത്തു. മനോരമ അപ്പൊ സാധനമായിട്ട് ഇറങ്ങും. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ കമന്റ് ബോക്സിലിട്ടോ. ഓക്കെ ഗൈസ്, ബൈ.